നിക്കടയോടെ. മീനാക്ഷി, ഈ കുട്ടി നന്നായിട്ട് പാടിയാ നിനക്ക് പോകാം. പക്ഷേ ഈ വർഷത്തെ വാർഷികത്തിന് നിങ്ങളെ പാട്ട് വേണം. അല്ല, എന്നെ ഇവളെയും തിരിച്ചുവിട്ടാ ഞങ്ങൾ പോയി ആളെ കൂട്ടിക്കൊണ്ടുവരാം, പരിപാടിയൊക്കെ അവതരിപ്പിക്കാം. ഇവിടുന്ന് പോയി കഴിഞ്ഞ് ഞങ്ങളെ പറ്റിക്കാൻ എങ്ങാനാണ് പ്ലാനെങ്കിൽ? അയ്യോ ഇല്ല ബോസ്, ഞങ്ങൾ പറ്റിക്കത്തില്ല. മുതല കുട്ടികൾ വിശന്ന് കിടക്കുകയാണ്. ഇല്ല ബോസ്, ഞങ്ങൾ പറ്റിക്കത്തില്ല. ആരുടെ നിന്റെ ബോസ്? അല്ല, ഇവരൊക്കെ വിളിക്കുന്ന കേട്ടതുകൊണ്ട് ഞാൻ വിളിച്ചോന്നേ ഉള്ളൂ. പറഞ്ഞത് കേട്ടല്ലോ. ഇവിടുന്ന് പോയി ഞങ്ങളെ പറ്റിക്കാൻ എങ്ങാനാണ് പ്ലാനെങ്കിൽ മുതല കുട്ടികളുടെ കാര്യം നീ മറക്കണ്ട. ഇല്ല ബോസ്, പറ്റിക്കത്തില്ല, ഉറപ്പായിട്ട് വന്നിരിക്കും. എങ്കി റെഡി, ആട്ടവും പാട്ടും തുടങ്ങട്ടെ. la 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 la
ആലോചിക്കൂ ബോസ് പ്ലീസ്. നമ്മുടെ വാർഷികത്തിന് ഇവിടെ വന്ന സ്ഥിതിക്ക്, പാട്ടൊക്കെ പാടി തന്ന സ്ഥിതിക്ക് ഒരു സമ്മാനം കൊടുത്ത് പറഞ്ഞുവിടാം. അങ്ങനെയാവാം. അങ്ങനെ ആവാം, ഞാനും സമ്മതിക്കുന്നു. അങ്ങനെ ആകട്ടെ. നിനക്കുള്ള മാർക്ക് റാണി തരും. ഓക്കെ ബോസ്. ഞങ്ങളെ ഇനി എവിടെ കണ്ടാലും തിരിച്ചറിയോ? ആ. എന്നാ ഈ ബോസിന്റെ പേര് പറയൂ. എം ജയചന്ദ്രൻ സാർ. തെറ്റി. എന്റെ പേര് പറയൂ. റാണി മാം. ശരി, ഇതാരാണെന്ന് പറയൂ. വേലപ്പൻ അണ്ണൻ. ഈ ബോസിന്റെ പേര് മാത്രം എന്തുകൊണ്ട് തെറ്റിച്ചു? ആ ബോസിന്റെ പേര് ബോസ്. ജഗ്ഗു. ജഗ്ഗു ബോസ്. ജഗ്ഗു ബോസ്. ഒരിക്കലും മറന്നു പോകരുത്. അപ്പോ നിങ്ങൾക്കുള്ള സമ്മാനം മാർക്കിന്റെ രൂപത്തിൽ അങ്ങ് തന്നേക്കാം. അത് കഴിഞ്ഞാൽ ഉടൻ സ്ഥലം കാലിയാക്കിക്കൊള്ളണം. വന്ന റൂട്ടൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കരുത്. ഇതൊരു സീക്രട്ട് സ്ഥലമാണ്, മനസ്സിലായല്ലോ? അപ്പൊ ഇന്ന് സുപ്രഭാതത്തിന് 98 100-ൽ